ധാരാളം പലായനം കുടിയേറ്റം ഒക്കെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ
ഔസേപ്പച്ചൻ അതിന്റെ ഈണം നൽകി MG ശ്രീകുമാർ പാട്ടുപാടി ഒരു പാട്ടുണ്ട്. അതായത് സമയം ഈ അപൂർവ സായാഹ്നം, സമയം ഈ അപൂർവ സായാഹ്നം. ആ പാട്ടില് ശരിക്കും ആ പാട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് പറയാം. സമയം ഈ അപൂർവ സൗഭാഗ്യം. കാരണം ഇപ്പൊ നമുക്ക് ഈ കിട്ടുന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അവരുടെ ആ ഒരു വിദ്യാഭ്യാസ ജീവിതം, സ്കൂൾ ജീവിതമാണ് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ ആ ഒരു നിഷ്കളങ്കത, കുട്ടിത്തം ഒന്നും കളയാതെ നിങ്ങൾ ആ ഒരു സ്കൂൾ ജീവിതം, ഈ ഒരു വിലപ്പെട്ട സമയം നല്ല രീതിയിൽ നിങ്ങളുടെ ഓർമ്മ ശക്തിപ്പെടുത്താനും ഭാവന വളർത്താനും നന്ദിയുള്ള ഒരു ഹൃദയവും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നതാണ് പരിസ്ഥിതി ദിനം, മറ്റന്നാളാണ് ജൂൺ 5. അപ്പൊ ഈ ഒരു ദിവസം മാത്രമല്ലാതെ പരിസ്ഥിതി ദിനമൊക്കെ 365 ദിവസവും ആചരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ പ്രകൃതിയോടും ആ ഒരു മനുഷ്യനോടും ഒക്കെ ചേർന്ന് കരുണയുള്ള, നന്മയുള്ള നല്ല ഒരു വ്യക്തിത്വങ്ങളെയാണ് നമുക്ക്, ഈ മനുഷ്യ സ്നേഹികളെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു മാറ്റങ്ങളുടെ ഒക്കെ ഇനിയിപ്പോ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരെ വരികയാണ്. ബുക്ക് നോക്കി പരീക്ഷ എഴുതാറുണ്ട്. ബുക്ക് നോക്കി പരീക്ഷ എഴുതാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമൊന്നുമല്ല. എവിടെ നോക്കിയത് നിങ്ങളുടെ പുസ്തകം നോക്കി എഴുതാൻ പറയുമ്പോൾ വളരെ എളുപ്പമായി. അങ്ങനെയല്ല. അപ്പൊ ഏറെ മാറ്റങ്ങളുടെ ഈ ഒരു നടുവില് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ഭാഗത്ത് നിന്നും ആ ഒരു മാറാനായിട്ടുള്ള ഒരു ചിന്താഗതി, കഠിനാധ്വാനം ചെയ്ത് നന്മ ചെയ്ത് നമ്മുടെ ഭാവനകളെയൊക്കെ വിടർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല അറിവുകൾ സമ്പാദിച്ച് കായികമായിട്ടും അതുപോലെ തന്നെ കലാപരമായിട്ടും ഒക്കെ നമുക്ക് അറിവുകൾ സമ്പാദിച്ച് നല്ല ആരോഗ്യപരമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ അക്ഷരം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ദിവസവും ഒരു 2-3 വരികളൊക്കെ എഴുതി അങ്ങനെയുള്ള ഒരു ചിട്ടയായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു പുതുവർഷം, ഈ ഒരു പ്രവേശനോത്സവം, ഈ ഒരു ജൂൺ 3 എല്ലാവിധ അനുഗ്രഹത്തിന്റെയും നല്ലൊരു തുടക്കമാവട്ടെ. നല്ല കഥകൾ കേട്ടും വായിച്ചും പഠിച്ചും ഇപ്പൊ ഒരുപാട് പേര് ഭാഷകൾ പഠിക്കുന്നുണ്ട്. വിദേശത്തുള്ള ജർമ്മൻ, സ്പാനിഷ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പത്രത്തിലൊക്കെ തന്നെ വരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം മലയാളം തന്നെ നന്നായിട്ട് വായിക്കാനും പഠിക്കാനും എഴുതാനും ഒക്കെ പഠിക്കണം. നമ്മുടെ മാതൃഭാഷയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളെ അറിയണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ അറിയണം, നമ്മുടെ സംസ്ഥാനത്തെ അറിയണം, നമ്മുടെ രാജ്യത്തെ അറിയണം, അതിലൂടെ ലോകത്തെ അറിയണം. അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. അപ്പൊ ഇതിനുള്ള എല്ലാ അറിവുകളും നിങ്ങൾ സമ്പാദിക്കുക. തോൽവികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ആത്മവിശ്വാസവും ധൈര്യവും എന്നുള്ള ആഭരണങ്ങളെ കാണിച്ച് തീർച്ചയായിട്ടും നല്ല പൗരന്മാരായിട്ട് നിങ്ങൾ വളർന്നു വരട്ടെ. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞാനിപ്പോ ചിന്തിക്കുകയായിരുന്നു. അതായത് നമ്മുടെ കൈതപ്രം വരികൾ കൊടുത്ത് ഔസേപ്പച്ചൻ ഈണം നൽകിയ MG ശ്രീകുമാർ പാട്ട് പാടിയത് ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ട്. അത് സമയം ഈ അപൂർവ സായാഹ്നം, അമൃതം ശിവമയ സംഗീതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ യൂട്യൂബിൽ നോക്കിയാൽ കേൾക്കാം. മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മുടെ മെഗാസ്റ്റാർസ് മമ്മൂട്ടി, മോഹൻലാലും കൂടെ അഭിനയിച്ച ഹരികൃഷ്ണൻസ്. സമയം ഈ അപൂർവ സായാഹ്നം. അപ്പൊ ആ സമയം ഈ അപൂർവ സായാഹ്നത്തിന് പകരം സമയം ഈ അപൂർവ സൗഭാഗ്യം എന്ന് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലോട്ട് മാറ്റി എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ആ സമയം നമ്മൾ കുറ്റം പറഞ്ഞ്, തെറ്റുകൾ കണ്ടുപിടിച്ച്, കുറവുകൾ നിരീക്ഷിച്ച് സമയം നഷ്ടപ്പെടുത്താതെ സമയം നമ്മൾ നല്ല രീതിയിൽ അനുഗ്രഹം പറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ സ്ട്രെങ്ത്, മറ്റുള്ളവരുടെ ശക്തി, മറ്റുള്ളവരെ അഭിനന്ദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക, അവരുടെ നല്ലത് കണ്ടെത്തുക, നല്ലത് പറയുക. അതിനായിട്ട് ഈ 365 ദിവസവും വേൾഡ് അപ്രീസിയേഷൻ ഡേ ആക്കുക എന്നാണ് ഞാൻ പറയുക. അതായത് നമ്മളിപ്പോ സ്കൂളിലോട്ട് കയറി വന്നു, നല്ല മനോഹരമായി ഇത് ഒരുക്കിയിട്ടുണ്ട്. മഴവില്ലിന്റെ നിറങ്ങളിൽ എന്ത് മനോഹരമായിട്ട് ഈ പൂക്കളും ബട്ടർഫ്ലൈ കണ്ടോ, നല്ല പൂമ്പാറ്റകളെ പോലെ പൂമ്പാറ്റകളെ പോലെ നിഷ്കളങ്കരായിട്ട് എപ്പോഴും കൗതുകം നിലനിർത്തുന്നവരായിരിക്കണം നിങ്ങൾ കുട്ടികൾ. എപ്പോഴും ഒരു വണ്ടർ എലിമെന്റ് വേണം. ഇന്നത്തെ ഞാൻ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കവർക്കും കൗതുകവും ഇല്ല, അത്ഭുതവും ഇല്ല. എല്ലാം ഇങ്ങനെ
ഈ പറയുന്ന പോലെ ഇന്ന് ഞാൻ മനോരമയിൽ വായിച്ചിട്ടുണ്ട്. അതായത് ഈ കൊച്ചുകുട്ടികൾ വരെ ഈ അശ്ലീല വീഡിയോ കണ്ട് ഇന്നത്തെ മനോരമയിലുണ്ട്. നമ്മള് സർക്കാരും സ്കൂളും കുടുംബവും എല്ലാം ഒരു രക്ഷാസേനയായിട്ട് നിന്നാലേ ഈ ഒരു ടെക്നോളജിയുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ കൊച്ചുകുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കാണുന്നതുകൊണ്ടാണ് മുഖത്തെ നിഷ്കളങ്കത, കൗതുകം, അത്ഭുതം, നന്മ ചെയ്ത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് കരുണയുള്ള ദയയുള്ള കലാകാരന്മാർ ഒരു കലാസൃഷ്ടി കണ്ടാല് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. എന്തു മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത്, അത് ആസ്വദിക്കാൻ പറ്റും അല്ലെ കലാസൃഷ്ടി കണ്ടാൽ. അപ്പോ എങ്കിൽ മാത്രമേ നല്ല ഹൃദയമുള്ള, നല്ല കഥകൾ പറയുന്ന, വ്യക്തിത്വമുള്ള നല്ല മനുഷ്യരെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ ഓർമ്മയും ബുദ്ധിയും ഭാവനയും നന്ദിയുള്ള, ഗ്രാറ്റിറ്റ്യൂഡുള്ള, അപ്പൊ ഇത്രയും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു. അപ്പൊ അതിന് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു കടപ്പാടും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയൊക്കെ നിങ്ങൾ വളരുക. അപ്പൊ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അപ്പൊ ഇനി മറ്റന്നാൾ പരിസ്ഥിതി ദിനം അല്ലേ, പരിസ്ഥിതി ദിനത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങൾ എടുത്തോ. ചെടികൾ നടുകയും ഇപ്പൊ ഓരോരുത്തരും സമ്മാനം വരെ കൊടുക്കുന്നത് വിവാഹത്തിന് വരെ ചെടികളും പുസ്തകങ്ങളുമാണ്. പുസ്തക വായന, അങ്ങനെയൊക്കെ പുസ്തകങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങൾ. ഇപ്പൊ ഗാന്ധിജിയുടെ ഒക്കെ തന്നെ സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പുസ്തകം. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഗാന്ധിജിയുടെ അതൊക്കെ നിങ്ങൾക്ക് ഇനി വായിക്കാനുള്ള മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ഗാന്ധിജിയുടെ ആത്മകഥ. ഓക്കെ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. സത്യത്തിന് വേണ്ടി അത്രയും നിലകൊണ്ട ഒരു വ്യക്തിയാണ് സത്യസന്ധത. സത്യസന്ധതയ്ക്ക് അത്രയും മൂല്യം കൊടുത്ത ഒരു വ്യക്തി. അപ്പോ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുക. ദിവസവും ഒരു 2-3 സെന്റൻസ് ഒന്ന് എഴുതുക. അപ്പൊ നിങ്ങളുടെ ഏകാഗ്രതയും ശ്രദ്ധയും ക്ഷമയും ഒക്കെ വർദ്ധിപ്പിക്കും. ഹാൻഡ് റൈറ്റിംഗ് ഇവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ളവർക്ക് ഞാനൊരു പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ടീച്ചർ. ഹാൻഡ് റൈറ്റിംഗ്, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ നോക്കുന്നുണ്ട്. ഈ മാസം തന്നെ മന്ത് എൻഡ് വരുന്നുണ്ട്. ഒന്ന് പ്രോഗ്രസ് ടീച്ചർ പറയണം കേട്ടോ. ജൂൺ എൻഡ്, അടുത്ത ഒരു ജൂലൈക്ക് മുൻപ് തന്നെ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടികൾക്ക് ഞാൻ പ്രൈസ് കൊടുക്കുന്നതാണ്. ഓക്കെ.